ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഓരോ വ്യക്തിക്കും അവരുടേതായിട്ടുള്ള സവിശേഷതയുണ്ട്, പ്രവർത്തന രീതിയുണ്ട്, മനോഭാവമുണ്ട്. ഇപ്പോൾ ഏത് കാര്യമാണെങ്കിലും നമുക്ക് സന്തോഷമായിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനകത്തൊരു ആത്മവിശ്വാസം വേണം. എന്ന് വെച്ചാൽ നമ്മുടെ ബ്രെയിൻ സിസ്റ്റത്തിൻ്റെ പ്രവർത്തനം, നെർവസ് സിസ്റ്റത്തിൻ്റെ പ്രവർത്തനം, അതുപോലെ ഉപബോധ മനസ്സിൻ്റെ പ്രവർത്തനം, ഇതെല്ലാം ആത്മവിശ്വാസത്തെ സ്വാധീനിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ ദാമ്പത്യത്തിനകത്ത് യുക്തിപരമായിട്ട് പ്രവർത്തിക്കേണ്ട പല മേഖലകളും ഉണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ പറയുന്നത് ലൈംഗികതയിൽ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാനായിട്ട് പങ്കാളികൾ ശ്രദ്ധിക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങളെക്കുറിച്ചാണ്. അതുപോലെ ഇതിനകത്ത് താല്പര്യം കൂടുതലുള്ളവർക്ക് ചെയ്യാൻ പറ്റിയ ഒന്ന് രണ്ട് ടിപ്സും ഉണ്ട്. അതിനു മുമ്പ് ഈ ചാനൽ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം കേട്ടോ. ഇപ്പോൾ സ്ത്രീ ആണെങ്കിലും പുരുഷനാണെങ്കിലും ഇതിനകത്ത് ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാനായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ വ്യത്യസ്തമാണ്. ഇപ്പോൾ പുരുഷനെ സംബന്ധിച്ച് ഇതിനകത്ത് ആത്മവിശ്വാസം കൊടുക്കുന്ന മേഖലയൊന്നുമല്ല സ്ത്രീക്ക് ആത്മവിശ്വാസം കൊടുക്കുന്നത്. പുരുഷ പങ്കാളികളെ സംബന്ധിച്ച് ടെസ്റ്റോസ്റ്ററോൺ ഹോർമോണിൻ്റെ പ്രവർത്തനം, പെൽവിക് ഫ്ലോർ മസിൽസിൻ്റെ പ്രവർത്തനം ഈ ഭാഗത്തേക്കുള്ള രക്തയോട്ടത്തെ നിർണ്ണയിക്കുന്ന പ്രധാന ഘടകമാണ്. ഇവിടെ നമ്മൾ അറിയേണ്ട ഒരു കാര്യം, എല്ലാ രസങ്ങളും നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്നത് ബ്രെയിൻ കൊണ്ടാണ്. അതുകൊണ്ട് ഈ സമയത്ത് നമ്മുടെ ബ്രെയിൻ സിസ്റ്റം വളരെ ഫ്രീ ആയിരിക്കണം, റിലാക്സ് ആയിരിക്കണം. എങ്കിൽ മാത്രമേ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പങ്കാളി ഓരോ ആക്ഷൻ ചെയ്യുമ്പോഴും അതിൻ്റെ പ്രത്യേകത നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ ഒരു വ്യക്തിയെ സംബന്ധിച്ച് അവരിൽ കാമത്തിൻ്റെ ഊർജം കൂടുന്ന സമയത്ത് എന്തൊക്കെ മാറ്റങ്ങളാണ് വരുന്നതെന്ന് വ്യക്തമായിട്ട് അറിഞ്ഞിരിക്കണം. അതുപോലെ എന്തുകൊണ്ടാണ് പ്രണയവും കാമവും തമ്മിൽ ചില സാഹചര്യത്തിൽ വളരെ അടുത്ത ഒരു ബന്ധം ഉണ്ടാകുന്നത്. യഥാർത്ഥത്തിൽ ഏത് കാര്യം ചെയ്യാനും നമ്മളെ മൂടാക്കുന്നത് ശരീരത്തിൻ്റെ പ്രവർത്തനത്തേക്കാൾ കൂടുതൽ മനസ്സിൻ്റെ പ്രവർത്തനമാണ്. നമുക്ക് നമ്മുടെ ശരീരത്തിനോട്, അതിൻ്റെ പ്രവർത്തനത്തിനോട് ഒരു മനോഭാവമുണ്ട്, മറ്റുള്ളവരോടൊരു മനോഭാവമുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു കാര്യം ഷെയർ ചെയ്യുമ്പം ആ ആളിനോടൊരു മനോഭാവമുണ്ട്. യഥാർത്ഥത്തിൽ ഇതിനകത്തൊന്നും നമ്മൾ അത്ര കോൺഷ്യസ് അല്ല, എങ്കിലും ഇതൊരു നിർണായക ഘടകമാണ്. വളരെ സൂക്ഷ്മമായിട്ടുള്ള ചില നാഡീഞരമ്പുകളുടെ പ്രവർത്തനമാണ് ഈ ഒരു കാര്യത്തെ കൂടുതലും നിയന്ത്രിക്കുന്നത്. അതുകൊണ്ട് തന്നെ പുരുഷനെ സംബന്ധിച്ച് ഈ ഒരു കാര്യത്തിൻ്റെ വിജയത്തിന് വേണ്ടി കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. പ്രത്യേകിച്ചും ഇതിനകത്തുനിന്ന് കിട്ടുന്ന സംതൃപ്തിയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് തന്നെ അവൻ്റെ ചില പ്രവർത്തനങ്ങളെ ആശ്രയിച്ചാണ്. അപ്പോൾ ഈ ഷെയറിങ്ങിനകത്തുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്തെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ഒരു കാര്യം ചെയ്യുമ്പോൾ ഓപ്പോസിറ്റുള്ള ആൾ ഏത് രീതിയിൽ അത് സ്വീകരിക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനമാണ്. അപ്പോൾ ഏത് മെത്തേഡാണെങ്കിലും അത് ആസ്വദിക്കാനുള്ളൊരു മൈൻഡ് സെറ്റ് അവർക്കുണ്ടായിരിക്കണം ആ സമയത്ത്. അപ്പോൾ ഈ ഒരു സമയത്തുള്ള എല്ലാ പങ്കാളികളുടെ ഉദ്ദേശം എന്താണ്? പൂർണ്ണമായ സംതൃപ്തി. അപ്പോൾ എങ്ങനെയെങ്കിലും രതിമൂർച്ചയിൽ വരുന്നതിനുപരിയായിട്ട് ഏത് മാർഗത്തിൽ കൂടിയാണ് അത് സംഭവിക്കുന്നത് എന്നുള്ളത് വളരെ പ്രധാനമാണ്. ഇവിടെ ഒരു കാര്യം ഓർക്കേണ്ടത്, സ്ത്രീ പങ്കാളി ഈ ഒരു കാര്യം ആസ്വദിക്കുന്ന പോലെ പുരുഷന് ആസ്വദിക്കാൻ പറ്റത്തില്ല. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഇതുമായിട്ട് ബന്ധപ്പെട്ട ചില പ്രവർത്തനത്തിൻ്റെ രീതി കൊണ്ടാണ്. അവൻ്റെ അനുഭൂതി എന്ന് പറയുന്നത് പ്രധാനമായിട്ടും ഒരു കേന്ദ്രത്തെ മാത്രം ആശ്രയിച്ചാണ്. തന്നെയല്ല, ഇജാക്കുലേഷനുമായിട്ട് ബന്ധപ്പെട്ട സമയത്താണ് ആ ഒരവസ്ഥയിലേക്ക് പോകുന്നത്. എന്നാൽ സ്ത്രീ പങ്കാളികളെ സംബന്ധിച്ച് ഇത് ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും പല തലത്തിൽ ആസ്വദിക്കാനുള്ള കഴിവുണ്ട്. തന്നെയല്ല, ആഴമേറിയ പല പ്രാവശ്യത്തെ സംതൃപ്തി ഉൾക്കൊള്ളാനും പറ്റും. എന്നുവെച്ചാൽ മാറിടത്തിൽ ചില ക്രിയകൾ ചെയ്യുമ്പോൾ കിട്ടുന്ന സംതൃപ്തി ആയിരിക്കത്തില്ല ചുംബനത്തിൽ കൂടി കിട്ടുന്നത്. എന്നുവെച്ചാൽ ഓരോ സ്ഥലത്തെ ഓരോ സ്പർശനവും ബ്രെയിൻ സ്വീകരിക്കുന്നത് ഒരു പ്രത്യേക തലത്തിലാണ്. അതുകൊണ്ട് തന്നെ അവരെ സംബന്ധിച്ച് മനമില്ലായ്മയെന്ന് പറയുന്ന ആ ഒരു സ്റ്റേജിലേക്ക് വന്നെങ്കിലേ ഇത് പൂർണ്ണമായിട്ടും ആസ്വദിക്കാൻ പറ്റത്തുള്ളൂ. എന്നുവെച്ചാൽ ഈ സമയത്ത് അവർ സ്വയം മറക്കുന്നത് കൊണ്ട് പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല. എന്നാൽ പുരുഷനെ സംബന്ധിച്ച് ഇവിടെ അങ്ങനെയല്ല. ഇതുമായിട്ട് ബന്ധപ്പെട്ട പല കാര്യത്തിനകത്തും അവൻ കോൺഷ്യസ് ആകണം. എന്നുവെച്ചാൽ പങ്കാളിയുടെ ആ ഒരു മൂഡും സുഖവും മാത്രം കണക്കിലെടുത്ത് പല കാര്യങ്ങളും ചെയ്യേണ്ടതായിട്ടുണ്ട്. എന്നുവെച്ചാൽ ഇതിനകത്ത് ചില ക്രിയകൾ ചെയ്യുമ്പം തന്നെ മനസ്സിൻ്റെ ശ്രദ്ധയെ അവന് ബോധപൂർവം മാറ്റേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ ക്രിസരിയിൽ സ്ട്രോക്ക് കൊടുക്കേണ്ടത് ഏത് രീതിയിലാണ്, എന്തുകൊണ്ടാണ്, ഏത് സമയത്താണ്, ഇതിനകത്ത് വ്യക്തമായൊരു കാഴ്ചപ്പാടുണ്ടാകണം. ചില പങ്കാളികളെ സംബന്ധിച്ച് ആ ലാസ്റ്റ് സ്റ്റേജൊക്കെ വരുമ്പോൾ ഒരു പ്രത്യേക രീതി ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഈ സമയത്ത് ചില ഹോർമോണുകളുടെ പ്രവർത്തനം വളരെ പ്രധാനമാണ്. തന്നെയല്ല, പൗരുഷം കൊണ്ട് തന്നെ പല കാര്യങ്ങളും അവിടെ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് മനസ്സിൻ്റെ നിയന്ത്രണം ഒരു പ്രധാന ഘടകമാണ്. ശരിക്കും പറഞ്ഞാൽ ഈ ഫോർപ്ലേ ഒക്കെ വെച്ചിരിക്കുന്നത് ഇതിനു വേണ്ടിയാണ്. ഈ സമയത്ത് വേണം ഈ ഹാപ്പി ഹോർമോൺസ് കൂടുതലായിട്ടുണ്ടാവാൻ. പ്രത്യേകിച്ചും എൻഡോർഫിൻ, ഓക്സിറ്റോസിൻ, അതുപോലെ തന്നെ ടെസ്റ്റോസ്ട്രോൺ.
മിക്കവാറും സ്ത്രീകളെ സംബന്ധിച്ച് അവരേറ്റവും കൂടുതൽ സ്വയം മനസ്സിലാക്കുന്നതും അടുത്തറിയുന്നതും ആസ്വദിക്കുന്നതും എല്ലാം തന്നെ ഈ സ്നേഹത്തിൽ കൂടിയും കാമത്തിൽ കൂടിയുമാണ്. എന്നുവെച്ചാൽ ഏത് ക്രിയയാണെങ്കിലും ബ്രെയിൻ സിസ്റ്റത്തിന് അതുമായിട്ട് റാപ്പോർട്ട് ആകാനുള്ള സമയം കൊടുക്കണം. എങ്കിൽ മാത്രമേ അവിടെ ഒരു പൂർണ്ണ സംതൃപ്തി കിട്ടത്തുള്ളൂ. എനിവേ, നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യണം, പിന്നെ അയക്കാൻ പറ്റുന്ന കൂട്ടുകാർക്കൊന്ന് അയച്ചു കൊടുക്കണം കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ നെക്സ്റ്റ് ടൈം. ബൈ.